നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. തൊഴിലാളി വർഗത്തിന്റെ ഐക്യം കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഉയരണമെന്ന് AITUC ജില്ലാ സെക്രട്ടറി V. മോഹൻദാസ്. നെല്ലിന്റെ സംഭരണ വില നൽകാൻ സർക്കാരിന് പണമില്ലെങ്കിൽ കർഷകരക്ഷാ ലോട്ടറി നടത്തി പണം കണ്ടെത്തണമെന്ന് കുട്ടനാട് വികസന സമിതി ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ. കന്നുവെച്ച് കുടം വന്ന് വാഴകുലച്ചിട്ടും കണ്ടില്ലെന്ന ഭാവത്തിലാണ് നെടുമുടി കൃഷിഭവൻ. സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. കൃഷി സംരക്ഷിക്കാൻ മാർഗമില്ലാതെ സുരേഷും കുടുംബവും. ന്യായമായ അവകാശങ്ങൾക്കായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. KSEB വൈദ്യുതി പോസ്റ്റുകളുടെ വാടക കുത്തനെ ഉയർത്തിയതിനെതിരെയാണ് സമരം. വാർത്തകൾ വിശദമായി. തൊഴിലാളി വർഗത്തിന്റെ ഐക്യം കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഉയരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് AITUC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V. മോഹൻദാസ് പറഞ്ഞു. മെയ് ദിനാഘോഷത്തോട് അനുബന്ധിച്ച് നടന്ന തൊഴിലാളി റാലിയും തുടർന്ന് നടന്ന പൊതുസമ്മേളനവും മങ്കമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8 മണിക്കൂർ വീതം ജോലി, വിനോദം, വിശ്രമം എന്ന ആവശ്യം മുതലാളി വർഗത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ നിരവധി പേർ രക്തസാക്ഷികളായി. എന്നാൽ ഒടുവിൽ തൊഴിലാളി വർഗത്തിന്റെ ആവശ്യം മുതലാളി വർഗത്തിന് അംഗീകരിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് തൊഴിൽ സമയം പല മേഖലകളിലും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി തൊഴിലുടമ വർഗവും ഭരണകൂടവും ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യനെ വേർതിരിച്ച് മതിൽ കെട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ നേടി അധികാരത്തിലെത്തുന്നതിനുള്ള എല്ലാ കുൽസിത മാർഗവും അതിന്റെ എല്ലാ ധാർഷ്ട്യത്തോടും കൂടി ഇന്ന് നടപ്പിലാവുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈ മെയ് ദിനം ആചരിക്കുന്നത്. അതിന്റെ ഏറ്റവും വീറുറ്റ ഒരു പോരാട്ടത്തിന്റെ ഘട്ടം കഴിഞ്ഞു. ഒരു കാലം തടയമായി ലോകത്തിന്റെ ഭരണകൂടം പിടിച്ചെടുക്കുന്ന സമയവും കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അതിനിടയിലേക്ക് ഇടുത്തി പോലെ വന്ന് പെയ്ത് ഇറങ്ങുന്നത്. CITU ഏരിയ പ്രസിഡന്റ് PK പൊന്നപ്പൻ അധ്യക്ഷനായി. VM മോഹനൻ, K ബൈജു, KK അശോകൻ, KD മോഹനൻ എന്നിവർ സംസാരിച്ചു. നെല്ലിന്റെ സംഭരണ വില നൽകാൻ സർക്കാരിന് പണമില്ലെങ്കിൽ കർഷകരക്ഷാ ലോട്ടറി നടത്തി നെല്ല് സംഭരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തണമെന്ന് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. ആകെ 412 കോടിയോളം രൂപ സംസ്ഥാനത്ത് നെല്ല് സംഭരിച്ച വകയിൽ കൊടുത്തു തീർക്കാനുള്ളപ്പോൾ 150 കോടി രൂപ മാത്രം നൽകുമെന്നാണ് സിവിൽ സപ്ലൈസ് പറയുന്നത്. മാർച്ച് 15 മുമ്പ് നെല്ല് നൽകിയവർക്ക് മാത്രമേ പണമുള്ളൂ. ഇത് കർഷകരെ 2 തട്ടിൽ കാണുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയമാണ്. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ ജില്ലകളിലായി 356 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഈ പണം അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെല്ല് സംഭരണ വില സപ്ലൈകോയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും കൃഷി, ഭക്ഷ്യ, ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെയും അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും ഫാദർ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. കർഷക രക്ഷയ്ക്കായി കാരുണ്യ ലോട്ടറിയുടെ മാതൃകയിൽ കർഷക രക്ഷാ ലോട്ടറി തുടങ്ങി സംഭരണത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നുവരെ സംഭരിച്ച മുഴുവൻ നെല്ലിന്റെയും വില 2 ആഴ്ചയ്ക്കകം നൽകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് നീതി തേടുമെന്നും ഫാദർ കൂട്ടിച്ചേർത്തു. KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 50 കോടി രൂപയിൽ 10 ജില്ലകൾക്കുള്ള 56 കോടി രൂപ കഴിഞ്ഞാൽ 94 കോടി രൂപ മാത്രമാണ് ഈ പാലക്കാട്, തൃശ്ശൂര്, ആലപ്പുഴ ജില്ലകൾക്ക് കൊടുക്കാനുള്ളൂ. അതായത് 356 കോടി രൂപയാണ് 3 ജില്ലകളിലെ ഇപ്പോൾ ഉള്ള കുടിശ്ശിക. ആ സ്ഥാനം 94 കോടി രൂപ മാത്രം കൊടുക്കുമ്പോൾ ഇനിയും ബാക്കിയുള്ള ഭീമമായ തുക ഇനി എന്നാണ് കൊടുക്കുക, എത്ര ഗഡുക്കളായിട്ട് കൊടുക്കും, ഒന്നും തിട്ടമില്ല. 1.5 മാസം മുമ്പുള്ളവർക്ക് വരെ കൊടുക്കുന്നത്, 1.5 മാസത്തിന് ശേഷമുള്ള ആളുകളും ഇനിയിപ്പോൾ നെല്ല് കൊടുക്കാൻ പോകുന്നവരുമൊക്കെ ഈ അടുത്ത കാലത്തെങ്ങും തുക കൈപ്പറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് രസകരമായ കാര്യം. ഏതായാലും എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കുട്ടനാട് വികസനസമിതി തീരുമാനിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് കർഷകർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുവാനും എത്രയും നേരത്തെ ഈ നെല്ലുവില കൊടുക്കുവാനും ഇപ്പോൾ സ്കൂൾ SLC റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. ഉന്നത പഠനത്തെ കുട്ടികളയക്കണം.
പല കല്യാണങ്ങളും ആലോചിച്ചത് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു, പല ചികിത്സകൾ പോലും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെ ദുർഗതിയിലായ കുട്ടനാട് ജനതയെ അടുത്ത കൃഷി വീണ്ടും ആരംഭിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവരെ രക്ഷിക്കുവാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. കന്നുവെച്ച് കുടമെന്ന് വാഴകുലച്ചിട്ടും കണ്ടില്ലെന്ന ഭാവത്തിലാണ് നെടുമുടി കൃഷിഭവൻ. കൂട്ടുകൃഷിക്ക് ധനസഹായം അനുവദിക്കാമെന്ന വാഗ്ദാനത്തിൽ കൃഷിയിറക്കിയ നെടുമുടി പഞ്ചായത്ത് 8ാം വാർഡിൽ സുരേഷും കുടുംബവും വഴിയാധാരമായി. കൃഷിഭവനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ധനസഹായം നൽകുമെന്ന ഉറപ്പിന്മേലാണ് ഇവർ കൃഷിക്കായി ഇറങ്ങി പുറപ്പെട്ടത്. 60 സെന്റ് സ്ഥലത്ത് 500ഓളം ഏത്തവാഴയും 400 മൂട് കപ്പയുമാണ് ഇവർ നട്ടത്. വാഴ കുലച്ചു തുടങ്ങിയിട്ടും അധികൃതരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. വേനൽ മഴയും കാറ്റും ശക്തമായതോടെ വാഴയും കപ്പയും കടപുഴകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ വെച്ചുകെട്ടിനായി മുളയും കയറും എങ്ങനെ സംഘടിപ്പിക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഈ കുടുംബം. നെടുമുടി പഞ്ചായത്തിലെ ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പിന്നെ വിഒ ഒക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു കണക്ക് കർഷക ഇതിന്റെ പേരിൽ കപ്പ കൃഷിയും ഏത്തവാഴ കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാർഷിക വികസന സമിതിയിൽ നിന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് അപേക്ഷയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ 4 പേര് കൂടിയാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ ഒന്നും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം കപ്പയുടെ വിപണിയിൽ അംഗമായി കഴിഞ്ഞാൽ അവിടുന്ന് ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിപണിയിൽ ചെന്നപ്പം വിപണിയിൽ ഇതുപോലെ തന്നെ അവർ പറയുന്നു ലോണൊന്നും ഇല്ല, നിങ്ങൾ സംഗതിയൊക്കെ ശരിയായിക്കോളാൻ പറഞ്ഞു. ഇത്രയും നാളായിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല. ഇപ്പം കപ്പ പറിക്കാറായി. കപ്പ പറിച്ച് കപ്പയും കൂടി കൊണ്ട് തരാമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 18 രൂപ വിലയുള്ളൂ, പുറത്ത് വില കുറവാണ്. പുറത്തല്ല ഇപ്പം 28 രൂപ വിലയുണ്ട്. നമുക്ക് അതിനും യാതൊരുവിധ മാർഗമില്ലാതിരിക്കുകയാണ്. മോട്ടർ മേടിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ലോണ് മോട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈസ തരാമെന്ന് പറയുന്നത്. പക്ഷേ 18,000 രൂപ കൊടുത്തു മോട്ടറിന്. ഇതുവരെ ആ മോട്ടറിന്റെ ആനുകൂല്യങ്ങളോ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പം ഈയിടെ വന്നു വേണ്ട വാഴ വിത്തിന് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും ഒരു 4,000 രൂപ എന്തോ ബാങ്ക് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ മുടക്കിയതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാം നിങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത് തന്നെ. പക്ഷേ തുടങ്ങി അവിടെ ചെന്ന് ഞങ്ങൾ കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞപ്പോൾ സാർ അങ്ങനെയാണ് പറഞ്ഞത്, വിത്തിനും അതുപോലെ നിലമൊരുക്കുന്നതിനും എല്ലാത്തിനും നമുക്ക് ആനുകൂല്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ കാറ്റും മഴയൊക്കെ ആയി എല്ലാം വേണം, അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ലോക തൊഴിലാളി ദിനത്തിലും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിരാഹാര സമരത്തിലാണ്. കേബിൾ TV വിതരണ ശൃംഖലയ്ക്കായി KSEBയുടെ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ വാടക ഭീമമായി ഉയർത്തിയതിനെതിരെ അസോസിയേഷൻ ചൊവ്വാഴ്ചയാണ് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. കേബിൾ വിതരണത്തിനായി വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ വാടക 1998 വരെ 1 രൂപയായിരുന്നു. ഇപ്പോഴത് 311 രൂപയായിരിക്കുന്നു. ഓരോ വർഷവും 5% വർധന കൂടി നൽകണം. പുതിയതായി വാടകയ്ക്ക് പോസ്റ്റ് എടുക്കുന്നവരിൽ നിന്നും ഈ തുകയുടെ 3 ഇരട്ടി മുൻകൂറായി ഈടാക്കുകയും ചെയ്യുന്നു. ഈ ഭീമമായ നിരക്കിൽ കേബിൾ TV പോലെയുള്ള ചെറുകിട വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. 2002 പോസ്റ്റുകളുടെ വാടക 108 രൂപയായി ഉയർത്തുന്നതിന് KSEB ഹൈക്കോടതിയെ ബോധിപ്പിച്ച കാരണങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റിന്റെ നിർമ്മാണം, പരിചരണം എന്നിവയ്ക്കായി 10 വർഷം വരുന്ന ആകെ ചെലവിന്റെ അനുപാതത്തിലാണ് നിരക്ക് നിശ്ചയിച്ചതെന്നാണ് KSEB കോടതിയെ ധരിപ്പിച്ചത്. ഇതേ മാനദണ്ഡം ഇപ്പോൾ നടപ്പാക്കിയാൽ വർധനുവിന്റെ ആവശ്യങ്ങളെ ഉണ്ടാകുന്നില്ല. 1992 വൈദ്യുതി പോസ്റ്റുകൾ കേബിൾ TV ആവശ്യത്തിന് അനുവദിക്കാൻ തുടങ്ങിയത് മുതൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോടും വൻകിട കമ്പനികളോടും വിവേചനപരമായാണ് KSEB പെരുമാറിയത്. 1997 വരെ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് പോസ്റ്റുകൾ അനുവദിച്ചിരുന്നില്ല. 98 പോസ്റ്റുകൾ നൽകാൻ തുടങ്ങിയപ്പോൾ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് 17 വൻകിട ഓപ്പറേറ്റർമാർക്ക് 10 രൂപയുമായിരുന്നു നിരക്ക് നിശ്ചയിച്ചിരുന്നത്. ചെറുകിട കേബിൾ TV നടത്തിപ്പുകാരിൽ നിന്നും വരിസംഖ്യ മുൻകൂറായി ഈടാക്കുമ്പോൾ വൻകിട കമ്പനികൾ കോടികൾ കുടിശ്ശിക വരുത്തിയിട്ടും നടപടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TV സേവനങ്ങൾ ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ വർഷത്തോടെ കേബിൾ TV സംരംഭകർ പൂർണ്ണമായും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുട്ടടിയായി KSEBയുടെ ചാർജ് വർധനവ്. സമരം ചെയ്യും ധീരന്മാർക്ക്, സമരം ചെയ്യും ധീരന്മാർക്ക് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഉപജീവന മാർഗത്തിന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചാനലുകളുടെ നാശത്തിനും വഴിവെക്കുന്ന KSEB നയത്തിന്റെ
KSEBയുടെ പുതിയ നയത്തിനെതിരെയാണ് ഈ സമരം തികച്ചും കേരളത്തിലെ ചെറുകിട ടി വി ഓപ്പറേറ്റർമാർക്ക് ഉപജീവനമാർഗം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏക വിനോദോപാധിയായ ടെലിവിഷനെ വരുംകാലങ്ങളിൽ ഒരു വലിയ കച്ചവടച്ചരക്കാക്കി മാറ്റാനുള്ള വൻകിട കുത്തക കമ്പനികൾക്ക് സഹായകരമാവുന്ന നയങ്ങൾ എടുക്കുന്ന KSEBയുടെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. തീർച്ചയായും ഈ സമരം വിജയിക്കേണ്ടത് കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും കൂടി ആവശ്യമായതുകൊണ്ട് കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളുടെ വ്യക്തിത്വങ്ങളുടെയും ഒക്കെ സഹായം ഇതിനായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കേരളത്തിൽ കേബിൾ TV വ്യവസായ രംഗത്ത് അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA. പ്രാദേശിക വിഷയങ്ങൾ അധികാരികൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ എത്തിക്കുന്നതിനായി പ്രാദേശിക വാർത്താ ചാനലും ഓരോ കേബിൾ നെറ്റ്വർക്കിനുമുണ്ട്. അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം 2ാം ദിവസം പിന്നിടുകയാണ്. സത്യാഗ്രഹ സമരത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു. സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി നൽകുക, വ്യാപകമായ കൃഷിനാശത്തിന് സർക്കാർ അടിയന്തര നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം സമരത്തിലേക്ക്. മെയ് 6 ചൊവ്വാഴ്ച രാവിലെ ഇതിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ, ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. നെല്ല് സംഭരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും വില നൽകാതെ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ വൈദ്യുതി ചാർജ് നൽകാമെന്നും പറഞ്ഞ് പറ്റിക്കുന്നു. കുടിശ്ശിക വരുത്തിയ കറണ്ട് ചാർജ് ഉടൻ അടയ്ക്കണം എന്ന് കാണിച്ച് KSEB കർഷകർക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി. വെള്ളപ്പൊക്കക്കാലത്ത് പമ്പിംഗ് നടത്തി കൃഷിയിറക്കിയ കർഷകർക്ക് ഉടൻ ബിൽ തുക അടയ്ക്കണമെന്ന് കാണിച്ച് KSEB അധികൃതർ നോട്ടീസ് അയച്ചു. ഓരോ പാടശേഖരങ്ങൾക്ക് 35,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ബിൽ തുക. തുക അടച്ചില്ലെങ്കിൽ രണ്ടാം കൃഷിക്ക് വൈദ്യുതി നൽകില്ലെന്നും നോട്ടീസിൽ പറയുന്നു. വൈദ്യുതി ചാർജ് അടയ്ക്കുന്നതിൽ തീരുമാനമാകാത്തതിനാൽ രണ്ടാം കൃഷിക്ക് കണക്ഷൻ ആവശ്യപ്പെട്ട് കർഷകർ ഇതുവരെ KSEBക്ക് അപേക്ഷ നൽകിയിട്ടില്ല. പ്രതിഷേധിച്ച കർഷകരെ അനുനയിപ്പിക്കാൻ കൃഷിവകുപ്പ് അധികൃതർ നടത്തിയ നീക്കം പൊളിഞ്ഞു. ഇതോടെ ആയിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങളിലെ രണ്ടാം കൃഷി മുടങ്ങുന്ന സ്ഥിതിയായി. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചും നഷ്ടം സഹിച്ചും പതിവായി രണ്ടാം കൃഷി ഇറക്കുന്ന കർഷകരെയാണ് സർക്കാർ കെണിയിലാക്കിയത്. ചമ്പക്കുളം, പുളുങ്കുന്ന്, കൈനകരി പാടശേഖരങ്ങളിലെ കർഷകരാണ് പ്രധാനമായും വെട്ടിലായത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അടക്കം മുങ്ങിയിരുന്നു.
സംഭവസ്ഥലം സന്ദർശിച്ച കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കർഷകർ പമ്പിംഗ് നടത്തി കൃഷി ഇറക്കിയത്. വൈദ്യുതി ചാർജ് ഇനത്തിൽ ഉണ്ടാകുന്ന ചിലവ് സർക്കാർ വഹിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും തീരുമാനം ഉണ്ടായിട്ടില്ല. രണ്ടാം കൃഷി ആരംഭിക്കേണ്ട സമയമായതോടെ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ KSEB ചമ്പക്കുളം സെക്ഷൻ ഓഫീസിൽ നിന്ന് കർഷകർക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി. രണ്ടാം കൃഷിക്ക് മെയ് ആദ്യവാരം വിതയ്ക്കേണ്ടതാണ്. എന്നാൽ വൈദ്യുതി ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്തതിനാൽ പമ്പിംഗ് ജോലികൾ പോലും തുടങ്ങിയിട്ടില്ല. അടിയന്തര തീരുമാനമുണ്ടായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പ്രശ്നം രൂക്ഷമായതോടെ കൃഷിവകുപ്പ് അധികൃതർ യോഗം ചേർന്നിരുന്നു. വൈദ്യുതി തുക അടയ്ക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇത്തവണ രണ്ടാം കൃഷിക്ക് വൈദ്യുതി കണക്ഷൻ നൽകണമെന്നും കാണിച്ച് കളക്ടറുടെ നിർദ്ദേശാനുസരണം KSEB അധികൃതർക്ക് കത്ത് നൽകിയതായും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. എന്നാൽ ഇങ്ങനെയൊരു കത്ത് ലഭിച്ചിട്ടില്ലെന്നാണ് KSEB അധികൃതരുടെ നിലപാട്. സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം KSRTCയിൽ ഏപ്രിൽ മാസത്തെ ശമ്പളം മുടങ്ങി. 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് കടമെടുത്ത് ശമ്പളം നൽകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു സർക്കാർ. എന്നാൽ വായ്പ നൽകില്ലെന്ന് KTDFC നേരത്തെ കോർപ്പറേഷനെയും സർക്കാരിനെയും അറിയിച്ചിരുന്നു. മെയ് ദിനം പ്രമാണിച്ച് വ്യാഴാഴ്ച അവധിയായതിനാൽ അടുത്ത ദിവസം ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയും ഇതോടെ അസ്ഥാനത്തായി. ശമ്പള വിതരണത്തിന് സർക്കാർ ഫണ്ട് നൽകാൻ തയ്യാറായാൽ തന്നെ പ്രത്യേക ഉത്തരവിറങ്ങി ശമ്പളം വിതരണം ചെയ്യാൻ 5-ാം തീയതിയെങ്കിലും കഴിയും. KSRTCയിലെ 40,000 ജീവനക്കാർക്ക് ശമ്പളത്തിന് മാത്രം ഒരു മാസം 40 കോടിയോളം രൂപയാണ് വേണ്ടത്. 3,800 പെൻഷൻകാർക്ക് 37 കോടി രൂപയും. KTDFC പണം നൽകാനാവില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും മുൻകരുതലെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. KSRTCയിൽ സ്ഥിരം ജീവനക്കാർക്ക് എല്ലാ മാസവും അവസാനത്തെ പ്രവൃത്തി ദിവസവും താൽക്കാലിക ജീവനക്കാർക്ക് അതാത് മാസം 3-ാമത്തെ പ്രവൃത്തി ദിവസവുമാണ് ശമ്പളം നൽകുന്നത്. എംപാനൽ ജീവനക്കാരുടെ മാർച്ചിൽ കിട്ടേണ്ട ശമ്പളം 10 ദിവസം വൈകിയാണ് വിതരണം ചെയ്തത്. എന്നാൽ ഏപ്രിൽ കിട്ടേണ്ട ശമ്പളം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൃത്യമായി വിതരണം ചെയ്തിരുന്നു. ശമ്പളം ബാങ്ക് വഴിയായതുകൊണ്ട് എല്ലാ ജീവനക്കാർക്കും ഒന്നിച്ച് പണമിടാതെ ഓരോ ഡിപ്പോയിലെയും കുറച്ചുപേർക്ക് മാത്രം പണം നൽകി കബളിപ്പിക്കുന്നതായും ജീവനക്കാർ പറയുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് സർക്കാരും ഉറപ്പു പറഞ്ഞിരുന്നു. എന്നാൽ മെയ് ആകുന്നതോടെ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി. ചമ്പക്കുളം കൊണ്ടാക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് തുടക്കമായി. ഏപ്രിൽ 30 ബുധനാഴ്ച മുതൽ മെയ് 4 വരെയാണ് തിരുനാൾ കർമ്മങ്ങൾ നടക്കുക. ബുധനാഴ്ച വൈകിട്ട് നടന്ന കൊടിയേറ്റ് കർമ്മത്തിന് ഫാദർ സെബാസ്റ്റ്യൻ മണ്ണാംതുരത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയും ആദ്യ കുർബാന സ്വീകരണവും ഫാദർ സിറിയക്കിന്റെ നേതൃത്വത്തിൽ നടന്നു. നെടുമുടി 18-ാം നമ്പർ SNDP ശാഖായോഗ ഗുരുദേവ ക്ഷേത്രത്തിൽ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ മഹോത്സവവും അവഭൃത സ്നാന ഘോഷയാത്രയും നടന്നു. ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ 7-ാം ദിവസമായ മെയ് 1-ന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണം, മഹാപ്രസാദമോട്ട് എന്നിവയും നടന്നു. വെള്ളിയാഴ്ച 101 പേർ അണിനിരക്കുന്ന ദൈവദശക സമൂഹ സംഗീതാർച്ചനയും വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈനകരി രമേശനും വരവനാട് രഞ്ജിത്ത് തന്ത്രികൾക്കുമാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. രാമങ്കരി സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് സമാപനമായി. ഏപ്രിൽ 22 ചൊവ്വ മുതൽ മെയ് 1 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. 40മല സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ആന്റണി കാട്ടുപറ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് കൊടിയിറക്കം നടന്നു. 100 കണക്കിന് വിശ്വാസികൾ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു.
കുട്ടനാട് SNDP യൂണിയൻ കിടങ്ങറ ശാഖയിൽ ഗുരുദേവ ശിലാപ്രതിഷ്ഠയും ക്ഷേത്ര സമർപ്പണവും നടന്നു. ഏപ്രിൽ 26 സമാരംഭിച്ച ചടങ്ങുകൾ മെയ് 2 സമാപിക്കും. ഗുരുദേവ ശിലാവിഗ്രഹ പ്രതിഷ്ഠ വ്യാഴാഴ്ച നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് നടന്ന പ്രതിഷ്ഠാകർമ്മത്തിന് ക്ഷേത്രം ശാന്തി കമലാസനൻ കുന്നങ്കരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീനാരായണാസ് ധർമ്മസംഘം ട്രസ്റ്റ് ഋതംബരാനന്ദ സ്വാമികൾ നിർവഹിച്ചു. തുടർന്ന് ശാഖാ പ്രസിഡന്റ് കണ്ണൻ എസ് ചേരിയിൽ ഉത്സവ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തായങ്കരി ചെങ്ങാരപ്പള്ളി ശ്രീദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാകർമ്മം മെയ് 2 വെള്ളിയാഴ്ച നടക്കും. ഏപ്രിൽ 22 സമാരംഭിച്ച തിരുവുത്സവത്തിന് പുനഃപ്രതിഷ്ഠാ മഹാമഹത്തോടെ പരിസമാപ്തിയാകും. പുതുമന ശ്രീധരൻ തന്ത്രികളാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളി വർഗത്തിന്റെ ഐക്യം കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഉയരണമെന്ന് AITUC ജില്ലാ സെക്രട്ടറി വി മോഹൻദാസ്. നെല്ലിന്റെ സംഭരണ വില നൽകാൻ സർക്കാരിന് പണമില്ലെങ്കിൽ കർഷകരക്ഷാ ലോട്ടറി നടത്തി പണം കണ്ടെത്തണമെന്ന് കുട്ടനാട് വികസന സമിതി ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ. കന്നുവെച്ച് കുടം വന്ന് വാഴകുലച്ചിട്ടും കണ്ടില്ലെന്ന ഭാവത്തിലാണ് നെടുമുടി കൃഷിഭവൻ. സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. കൃഷി സംരക്ഷിക്കാൻ മാർഗമില്ലാതെ സുരേഷും കുടുംബവും. ന്യായമായ അവകാശങ്ങൾക്കായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. KSEB വൈദ്യുതി പോസ്റ്റുകളുടെ വാടക കുത്തനെ ഉയർത്തിയതിനെതിരെയാണ് സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.